വിവാദമായ മണക്കാട് പ്രസംഗം നടത്തിയതിന് പിന്നാലെയാണ് അഞ്ചേരി ബേബി വധക്കേസ് തുടർ അന്വേഷണത്തിന് ഉത്തരവായത്. കേസിൽ മുമ്പ് 2 തവണ എം.എം. മണി നേരിട്ട് കോടതിയിൽ ഹാജരായിരുന്നില്ല. വ്യക്തിപരമായ കാരണങ്ങളാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം കോടതി മുമ്പാകെ അപേക്ഷ നൽകിയിരുന്നു. 2 ഹൈക്കോടതി അഭിഭാഷകരോടൊപ്പമാണ് മണി കോടതിയിൽ ഹാജരാകുന്നത്. ക്രിമിനൽ കേസിൽ പ്രതിയായി മന്ത്രിയായിരിക്കെ ഒരാൾ കോടതിയിൽ ഹാജരാകുന്നത് കേരളത്തിൽ അപൂർവമാണ്. ബേബി വധക്കേസിലെ 2ാം പ്രതിയാണ് മന്ത്രി എം.എം. മണി. ബേബി വധക്കേസിലെ പ്രതിപട്ടികയിലുള്ള പാമ്പാടുംപാറ കുട്ടൻ, ഒ.ജി. മദനൻ എന്നിവർ സെക്ഷൻ ജഡ്ജി മുമ്പാകെ ഹാജരായിരുന്നു. സാരമായ അസുഖം ബാധിക്കുമ്പോൾ മറ്റു പ്രതിയുടെ സാന്നിധ്യം കോടതി ഒഴിവാക്കി കൊടുക്കാറുണ്ട്. ഇതിന് കോടതിയുടെ പ്രത്യേക അനുമതി വേണം, അല്ലെങ്കിൽ അത് ജാമ്യവ്യവസ്ഥകളുടെ ലംഘനമാവും. പ്രതിസ്ഥാനത്തുള്ളയാൾ വിചാരണ വേളയിൽ കോടതി മുമ്പാകെ ഹാജരാകുന്നില്ലെങ്കിൽ കോടതിക്ക് വാറണ്ട് പുറപ്പെടുവിക്കാവുന്നതാണ്. ഡിവൈഎസ്പി സുനിൽകുമാർ എ.യു അന്വേഷണ കേസിൽ കഴിഞ്ഞ സർക്കാർ നിയമിച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് കോടതിയിൽ ഹാജരാകുന്നത്. ഗവൺമെന്റിന്റെ ഭാഗമായ ഒരു മന്ത്രി വാദത്തിൽ അന്തിമഘട്ടത്തിൽ ഹാജരാവാതിരിക്കുന്നത് നിയമപ്രശ്നങ്ങൾ സങ്കീർണമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും പ്രതിഭാഗം സമീപിച്ചെങ്കിലും അത് അനുവദിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ കുറ്റപത്രം വായിക്കപ്പെടുന്നതിന് മുമ്പുള്ള വാദത്തിന്റെ ഘട്ടമാണ്. വി.എസ്. ഹൈദർ അലി, റിപ്പോർട്ടർ, ഇടുക്കി.